വെൽക്കം ടു CMR ആൻഡ് സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസിക്കൽ ക്രിട്ടിക്കായിട്ടുള്ള പ്ലേറ്റോയുടെ ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന വർക്കിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിട്ടിക്കൽ വർക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസിക്കൽ ക്രിറ്റിസിസം ടു നിയോ ക്ലാസിക്കൽ ക്രിറ്റിക്സ് ഇതുവരെയുള്ള ഒരു ജസ്റ്റ് ഔട്ട്ലൈൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ബ്ലോക്ക് 1 കഴിഞ്ഞ് ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞാൽ സെക്കൻഡ് യൂണിറ്റിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ക്ലാസ് സാധാരണ പോകാറുള്ളത്. പക്ഷേ ഇവിടെ ബ്ലോക്ക് 2-നകത്ത് ക്ലാസിക്കൽ ക്രിറ്റിക്സ് ആയിട്ടുള്ള പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിൻ്റെയും എല്ലാം വർക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ ക്രിറ്റിക്സിൻ്റെ അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് ജനറലായിട്ടൊന്ന് പറഞ്ഞിട്ട് ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന വർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത് ലിറ്ററേച്ചറിൻ്റെ ചരിത്രം ആരംഭിക്കുന്ന സമയം മുതൽ തന്നെയുണ്ട്. അപ്പോൾ ആ സമയം തന്നെ പരസ്പരം അത് രണ്ടും കണക്റ്റഡ് ആണ്. പിന്നെ അത് മാത്രമല്ല, ആദ്യമായിട്ട് ലിറ്റററി ക്രിറ്റിസിസം സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഷ്യൻ്റ് ഗ്രീസിലാണ്. അതിൻ്റെ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് നമ്മൾ എടുത്ത് പറയുന്നത് റൈറ്റേഴ്സ് ആൻഡ് തിങ്കേഴ്സ് ലൈക്ക് എക്ലിസ്, സോഫോക്ലീസ്, യൂറിപ്പിഡിസ്, സോക്രട്ടീസ്, അരിസ്റ്റോഫാൻസ് ഇവരൊക്കെയാണ് ഗ്രേറ്റ് കോൺട്രിബ്യൂട്ടേഴ്സ്. അത് മാത്രമല്ല അവർ ഫിലോസഫിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അത് കഴിഞ്ഞ ശേഷം ഹെലനിക് ഫേസായി. അപ്പോൾ ഈ ഒരു ഹെലനിക് ഫേസാണ് നമ്മൾ ഏർലി വെസ്റ്റേൺ ക്രിറ്റിസിസമായിട്ട് മനസ്സിലാക്കുന്നത്. ദിസ് ഗ്രീക്ക് പീരീഡ് ഈസ് ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് വെസ്റ്റേൺ ക്രിറ്റിസിസം വിച്ച് ലേറ്റർ ബിഗെയിം ലിറ്റററി ക്രിറ്റിസിസം. സോ ഇനി വളരെ മുന്നേ തന്നെ ക്രിറ്റിസിസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് അരിസ്റ്റോഫാൻസിൻ്റെ ദ ഫ്രോഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വർക്കിനകത്ത് ഇറ്റ് കമ്പയർസ് എക്ലിസ് ആൻഡ് യൂറിപ്പിഡസ്. അപ്പോൾ എക്ലിസിനെ കുറിച്ചും യൂറിപ്പിഡസിനെ കുറിച്ചും കമ്പയർ ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ വർക്കിനെയോ അല്ലെങ്കിൽ ഇവരുടെ രീതികളെയോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കാര്യങ്ങൾ പറയുകയാണ് ദ ഫ്രോഗ്സ് എന്ന് പറയുന്ന ആ കൃതിയിൽ അരിസ്റ്റോഫാൻസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഒരു വിമർശന സാഹിത്യത്തിൻ്റെ ഒരു ആദ്യത്തെ ഉദാഹരണമായിട്ട് നമുക്ക് ഇതിനെടുക്കാം. പിന്നീട് 4th century BC-യിൽ അതായത് ഏജ് ഓഫ് എൻക്വയറി, ദിസ് വാസ് എ മേജർ പീരീഡ് ഫോർ ക്രിട്ടിക്കൽ തിങ്കിങ്. ഇനി ഫസ്റ്റ് കോൺഷ്യസ് ക്രിട്ടിക്കായിട്ടുള്ള പ്ലേറ്റോ, അദ്ദേഹം ഹി സിസ്റ്റമാറ്റിക്കലി പ്രസൻറ്റ് ഹിസ് ഐഡിയാസ് ഓൺ ലിറ്ററേച്ചർ ഇൻ ഹിസ് ഡയലോഗ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വർക്കിലാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എല്ലാം അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു ഫസ്റ്റ് സയൻറ്റിഫിക് ക്രിട്ടിക്കാണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കായിട്ടുള്ള ദ പോയറ്റിക്സ് എന്ന് പറയുന്ന വർക്കിലാണ് നമ്മൾ കാണുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിക്കൽ ക്രിറ്റിസിസം, നമ്മൾ പഠിക്കുന്നത് ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിനെ കുറിച്ചാണ്. സോ അതിന് മുന്നൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 അതിനകത്തുള്ള ക്ലാസിക്കൽ ക്രിറ്റിസിസം ടു ന്യൂ ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷം പിന്നീട് യൂണിറ്റ് 2, 3, 4 പിന്നീട് വരുന്ന ഓരോ ക്രിറ്റിക്സിനെ കുറിച്ചും ഓരോ കാലഘട്ടത്തിലെ ക്രിറ്റിക്സിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ സെക്കൻഡ് മൊഡ്യൂളിൽ പ്ലേറ്റോയുടെ ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന വർക്കും അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ നിങ്ങളെ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് 1 കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ ബ്ലോക്ക് 2-നകത്തുള്ള മേജർ വർക്ക്സുകളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇതിനിടയിൽ ആദ്യം അപ്ലോഡ് ചെയ്തത് കേട്ടോ. സോ അപ്പോൾ ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിലെ ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പ്ലേറ്റോയുടെ ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന വർക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ റിപ്പബ്ലിക് എന്ന് പറയുന്ന വർക്കിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ അരിസ്റ്റോട്ടലിൻ്റെ ദ പോയറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുള്ള സയൻറ്റിഫിക് ക്രിട്ടിക് ആയിട്ടുള്ള അരിസ്റ്റോട്ടലിൻ്റെ വർക്കാണ് നമ്മൾ പറയുക. സോ ഇവിടെ ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിക്കൽ ക്രിറ്റിസിസമാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ദ ജുഡീഷ്യൽ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം ആൻഡ് സെറ്റ് വൺ ഫിക്സഡ് സ്റ്റാൻഡേർഡ് ഫോർ ഓൾ ലിറ്റററി വർക്ക്സ്. അതായത് ഇപ്പോൾ ക്ലാസിക്കൽ ക്രിറ്റിക്സ് കരുതുന്നത് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ ഫങ്ഷനാണ്, ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ആയിത്തീരണമെന്നുണ്ടെങ്കിൽ ഏതൊരു ലിറ്റററി വർക്കിനും ഒരു ഫിക്സ്ഡ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ സാഹിത്യകൃതികൾക്കും ഒരു ഏകീകൃതമായ ഒരു മാനദണ്ഡം ഉണ്ടെങ്കിലാണ് ഈ വിമർശനത്തിൻ്റെ ഈ ജുഡീഷ്യൽ ഫങ്ഷൻ അത് കൂടുതലായിട്ടും ആ പ്രാധാന്യത്തോടു കൂടി നടന്നു പോവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ആദ്യത്തെ ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ടാണ് ആ കാലഘട്ടത്തിൽ ഈ ക്രിറ്റിസിസത്തിനെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ഡ്രാമയിൽ ക്ലാസിക്കൽ ക്രിറ്റിക്സ് വിശ്വസിച്ചിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെ എല്ലാം വർക്കുകൾ ഇപ്പോൾ ഒരു ഡ്രാമയൊക്കെ ആണെങ്കിൽ അതിൽ 5 ആക്ട് വേണം, അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെയാണല്ലോ ഓരോ കാലത്തിനനുസരിച്ച് ഇത് മാറി വന്നത്.
അപ്പോൾ അന്നത്തെ ക്രിട്ടിക്സ് ആ ഒരു മാനദണ്ഡം വളരെ ആ സെറ്റ് ഓഫ് റൂൾസ് അങ്ങനെ തന്നെ, സെറ്റ് ഓഫ് റൂൾസ് അല്ല, ഒരു ഫിക്സ്ഡ് റൂൾ അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മാനദണ്ഡം അവിടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ലിറ്റററി വർക്ക്സ് അതിൻ്റെ നീതിയുക്തമായ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് വിശ്വസിച്ചിരുന്നു. അതാണ് ആദ്യത്തെ ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെയാണ് ക്ലാസിക്കൽ അപ്രോച്ചിനെ ഡോഗ്മാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ക്രിറ്റിസിസത്തിനെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതൽ തന്നെ എങ്ങനെയാണ് നമ്മളൊരു പുസ്തകം വായിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ലിറ്ററേച്ചറിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ചില രീതികളെ സഹായിക്കുന്ന ഒന്നാണ് ക്രിറ്റിസിസം. ആ രീതിയിലാണ് ക്രിറ്റിസിസത്തിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇവരുടെ അഭിപ്രായം. അതായത് ഏതൊരു വർക്ക് നമ്മൾ എങ്ങനെയാണോ വായിക്കേണ്ടത്, എങ്ങനെയാണോ ഒരു വർക്കിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, ആ ഒരു രീതി നമുക്ക് അറിയണമെങ്കിൽ അതിന് അതിൻ്റേതായ കുറേ റൂൾസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കുറേ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്ന ഒന്നായിരിക്കണം ഈ ക്രിറ്റിസിസം. അങ്ങനെയാണ് ക്രിറ്റിസിസത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ക്ലാസിക്കൽ ക്രിറ്റിസിസം ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ മനസ്സിലാക്കിയത് ക്ലാസിക്കൽ ക്രിറ്റിക്സ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത്. ഇനി ആദ്യം പറയുന്നത്, നെക്സ്റ്റ് പറയുന്നത് പ്ലേറ്റോയുടെ തിയറി ഓഫ് ഐഡിയാസിനെ കുറിച്ചാണ്. 5th century BC, അതായത് ഏജ് ഓഫ് ക്രിയേറ്റിവിറ്റി, ആ സമയത്ത് ഒരുപാട് ഗ്രേറ്റ് റൈറ്റേഴ്സും അതുപോലെ തിങ്കേഴ്സൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. 4th century BC എന്ന് പറയുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു തത്വശാസ്ത്രം, ഫിലോസഫിയിലേക്കുള്ളൊരു മാറ്റം കണ്ട സമയമാണ്. അതായത് കൂടുതലായിട്ടും ദി ഫോക്കസ് മൂവ് ടു ഫിലോസഫി ആൻഡ് ഒറേറ്ററി, പ്രസംഗങ്ങൾ അതുപോലെ തന്നെ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നൊരു സമയത്തേക്ക് മാറി. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പ്ലേറ്റോ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഓഫ് ദിസ് ടൈം. പ്ലേറ്റോ began as a poet but later became disappointed with poetry and poets. അപ്പോൾ ആദ്യം പ്ലേറ്റോ ഒരു പോയറ്റായിരുന്നു, പക്ഷെ പിന്നീട് പോയട്രിയെയും പോയറ്റിനെയും ഒക്കെ അദ്ദേഹം വിമർശിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റേതായ കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം പിന്നെ ഫിലോസഫി അല്ലെങ്കിൽ ഫിലോസഫിക്കലായ കാര്യങ്ങളൊക്കെ കൂടുതൽ പറയാനും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് പിന്നീടാണ്. അപ്പോൾ ആദ്യം എന്തുകൊണ്ടാണ് അദ്ദേഹം പോയട്രിനെ വിമർശിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ആസ് എ പൊളിറ്റിക്കൽ ഫിലോസഫർ ഹി ബിലീവ്ഡ് ആർട്സ് കുഡ് കറപ്റ്റ് സൊസൈറ്റി ആൻഡ് ഡിസ്ട്രോയ് മോറൽ വാല്യൂസ്. ഇദ്ദേഹത്തിൻ്റെ ചിന്തയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ തത്വചിന്തകൻ എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത് ഒരു ആർട്ട്, ഒരു കലയ്ക്ക് സമൂഹത്തെ അഴിമതിക്ക് വിധേയമാക്കാനും അതുപോലെ സമൂഹത്തിൻ്റെ ധാർമ്മികമായ മൂല്യങ്ങളെ നശിപ്പിക്കാനും കഴിയും എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ആ വിശ്വാസം വന്നപ്പോഴാണ് അദ്ദേഹം അത് പോയട്രിയെയും പോയറ്റിൽ നിന്നൊക്കെ അദ്ദേഹം മാറി അവരെ വിമർശിക്കാൻ തുടങ്ങിയത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇങ്ങനെ വഴിമാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയംസ് എല്ലാം നശിപ്പിച്ചു. ബിക്കോസ് ഓഫ് ദിസ് ബിലീഫ് ഹി ഡിസ്ട്രോയ്ഡ് ഹിസ് പോയംസ് ആൻഡ് ഫോക്കസ്ഡ് ഓൺലി ഓൺ ഫിലോസഫി ആൻഡ് പൊളിറ്റിക്സ്. അപ്പോൾ ആ ഒരു ചിന്താഗതി അദ്ദേഹത്തിലേക്ക് വരികയും അദ്ദേഹം എഴുതിയ പോയട്രി എല്ലാം നശിപ്പിക്കുകയും പിന്നീട് അദ്ദേഹം ഫിലോസഫിയിലേക്കും അതുപോലെ പൊളിറ്റിക്സിലേക്കൊക്കെ മാറുകയാണ് ചെയ്തത്. പ്ലേറ്റോസ് ഐഡിയാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ആർ സ്റ്റിൽ സ്റ്റഡി ടുഡേ. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം അതിനുശേഷം ക്ലാസിക്കൽ ക്രിറ്റിസിസം കഴിഞ്ഞ് പിന്നെ ഓരോ കാലഘട്ടത്തിലെയും ക്രിറ്റിക്സിനെ വളരെയധികം എഴുത്തുകാരെയും ഒക്കെ വളരെയധികം സ്വാധീനിക്കുകയും ഇന്നും അദ്ദേഹത്തിൻ്റെ വർക്കും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിറ്റററി സ്റ്റഡീസിൽ. അതായത് ഒരു സാഹിത്യ വിമർശനമാണെങ്കിലും സാഹിത്യ കൃതികൾ എടുക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇപ്പോഴും ഏറ്റവും ഉയർന്നു തന്നെയാണ്. സോ ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോകണം. അപ്പോൾ ആദ്യം നമ്മളൊരു കാര്യം പറഞ്ഞു, അദ്ദേഹം ആദ്യം പോയറ്റായിരുന്നു, പിന്നീട് അദ്ദേഹം പോയട്രിയെയും പോയറ്റിനെയും ഒക്കെ വിമർശിക്കാൻ തുടങ്ങി. അദ്ദേഹം ഫിലോസഫിയിലേക്കും പൊളിറ്റിക്സിലേക്കും മാറി എന്ന് പറഞ്ഞു. അദ്ദേഹം ആർട്ടിനെ, അതായത് ആർട്ട് ഒരിക്കലും സമൂഹത്തിൽ നല്ലൊരു കാര്യം ചെയ്യുന്നില്ല, സമൂഹത്തെ അഴിമതിയിലേക്കും സമൂഹത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെയും നശിപ്പിക്കുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് എന്ന് പറയുന്ന വർക്കിനകത്ത് അടുത്ത് അദ്ദേഹം പറയുന്നത് ഹിസ് തിയറി ഓഫ് ഐഡിയാസ്. എന്താണ് പ്ലേറ്റോയുടെ തിയറി ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത്? പ്ലേറ്റോസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആർട്ട് ഈസ് ബേസ്ഡ് ഓൺ ഹിസ് തിയറി ഓഫ് ഐഡിയാസ്. അതായത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അതായത് കലയെക്കുറിച്ചിട്ടുള്ള പ്ലേറ്റോയുടെ ഈ ധാരണ അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ഐഡിയാസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം പറയുന്നുണ്ട് ഐഡിയാസ് ആർ റിയൽ റിയാലിറ്റി. അക്കോർഡിംഗ് ടു പ്ലേറ്റോ ഐഡിയാസ് ആർ ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. ഫിസിക്കൽ ഒബ്ജക്ട്സ് ആർ ജസ്റ്റ് കോപ്പീസ് ഓഫ് ദീസ് ഐഡിയാസ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ഐഡിയാസിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ആദ്യത്തെ പോയിൻ്റാണ് ഐഡിയാസ് ആർ റിയൽ റിയാലിറ്റി, അല്ലെങ്കിൽ ഐഡിയാസ് ആർ ദ അൾട്ടിമേറ്റ് ട്രൂത്ത്, ഫിസിക്കൽ ഓബ്ജെക്ട്സ് ആർ ജസ്റ്റ് കോപ്പീസ് ഓഫ് ദീസ് ഐഡിയാസ്. അദ്ദേഹം പറയുന്നത് ആശയങ്ങളാണ് യഥാർത്ഥ സത്യം, ഒരാളുടെ ഉള്ളിൽ വരുന്ന ആശയമാണ് ശരിക്കും സത്യം. പ്ലേറ്റോയുടെ അഭിപ്രായത്തിൽ ആശയങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അതല്ലാതെ അതിന് ശേഷം വന്നിട്ട് ഒരാളുടെ ആശയത്തിൽ നിന്ന് വന്ന ഒരു ഭൗതിക വസ്തു പിന്നീട് വേറൊരാൾ നോക്കുന്നതോ അല്ലെങ്കിൽ അത് പുറത്തേക്ക് ഒരു ആ ആശയം വേറൊരു ഭൗതിക വസ്തുവായി മാറുന്നതോ അത് കോപ്പിയാണ് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു ആളുടെ മനസ്സിലുണ്ടായ ഐഡിയ അല്ലെങ്കിൽ അതിനെയാണ് ഏറ്റവും സത്യം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം പിന്നീട് നമ്മൾ കാണുന്നതൊക്കെ അതിൻ്റെ കോപ്പിയാണ്. ഇപ്പോൾ പോയാണെങ്കിൽ ആ കവിയുടെ മനസ്സിൽ ആ ആശയം വന്നു, അതാണ് സത്യം. അതിനുശേഷം അത് പേപ്പറിലേക്ക് പകർത്തുന്ന സമയത്ത് അതൊരു ജസ്റ്റ് ഒരു കോപ്പിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ആർട്ട് ഈസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. അതായത് ഒബ്ജക്ട്സ് ആർ വൺ സ്റ്റെപ്പ് എവേ ഫ്രം ദ ഐഡിയ. ആർട്ട് ഇമിറ്റേറ്റ്സ് ദീസ് ഒബ്ജക്ട്സ്, സോ ആർട്ട് ഈസ് 2 steps away ഫ്രം റിയാലിറ്റി. ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ കണ്ടു, ഈ കല എന്ന് പറയുന്നത് ആ വസ്തുവിനെ ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കല എന്ന് പറയുന്നത് ആർട്ട് ഇമിറ്റേറ്റ്സ് ദീസ് ഒബ്ജക്ട്സ്, സോ ആർട്ട് ഈസ് 2 steps away ഫ്രം റിയാലിറ്റി. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ മുന്നിൽ ഒരു ചിത്രം കൊണ്ടുവച്ചു, ഒരാളത് വരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ ചിത്രം ആരുടെ മനസ്സിലാണോ ആദ്യം ആശയം വന്നത് അതാണ് സത്യം. അയാളതൊരു പേപ്പറിലേക്ക് പകർത്തി കഴിഞ്ഞപ്പോൾ ഇറ്റ് ഈസ് വൺസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി, അല്ലേ? അത് നോക്കി വരയ്ക്കുന്ന മറ്റൊരാൾ, ആ മറ്റൊരാളത് നോക്കി വരയ്ക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ട് ഈസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നുള്ള ആശയം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് ആർട്ട് ഈസ് ഇംപെർഫെക്റ്റ്. അതായത് ആർട്ട് എന്ന് പറയുന്നത് ഒരു കോപ്പിയാണ് എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ അത് വേറെ ആൾ കൂടി പകർത്തുന്ന സമയത്ത് അത് വീണ്ടും ആ ഒരു പെർഫെക്റ്റ് അല്ലാത്ത ഒരു കോപ്പിയിൽ നിന്ന് വീണ്ടും കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഈവൻ മോർ ഇംപെർഫെക്റ്റ് ദാൻ ദ ഒറിജിനൽ ഒബ്ജക്റ്റ്. അപ്പോൾ ആദ്യം ഒരാളുടെ മനസ്സിലേക്ക് വന്ന ഒരു ആശയം അയാളതിലേക്ക് പകർത്തുന്ന സമയത്ത് തന്നെ അത് കോപ്പിയായി മാറി, അത് ഇംപെർഫെക്റ്റ് ആണ്. അത് വീണ്ടും വേറെ ആൾ കോപ്പി ചെയ്യുന്ന സമയത്ത് ആ ഒറിജിനൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കോപ്പീനേക്കാൾ പിന്നെ വീണ്ടും അത് ഇംപെർഫെക്റ്റ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സിൻസ് ആർട്ട് കോപ്പീസ് ആൻ ഇംപെർഫെക്റ്റ് കോപ്പി, ഇറ്റ് ഈസ് ഈവൻ മോർ ഇംപെർഫെക്റ്റ് ദാൻ ദ ഒറിജിനൽ ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ പ്ലേറ്റോയുടെ തിയറി ഓഫ് ഐഡിയാസിൽ നമ്മൾ ആദ്യം പറയുന്നത് ഐഡിയാസ് ആർ റിയൽ റിയാലിറ്റി. അക്കോർഡിംഗ് ടു പ്ലേറ്റോ, ഐഡിയാസ് ആർ ദ അൾട്ടിമേറ്റ് ട്രൂത്ത്, ഫിസിക്കൽ ഒബ്ജക്ട്സ് ആർ ജസ്റ്റ് കോപ്പീസ് ഓഫ് ദീസ് ഐഡിയാസ്. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് ആർട്ട് ഈസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. അതായത് ആർട്ട് എന്ന് പറയുന്നത് ആർട്ട് ഇമിറ്റേറ്റ്സ് ഒബ്ജക്ട്സ്, സോ ആർട്ട് ഈസ് 2 steps away ഫ്രം റിയാലിറ്റി. ദെൻ തേർഡ് പോയിന്റ്, ആർട്ട് ഈസ് ഇംപെർഫെക്റ്റ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ഐഡിയാസിൽ അടുത്ത പോയിന്റ്, ആർട്ട് ടേക്സ് us away ഫ്രം ട്രൂത്ത്. പ്ലേറ്റോ ആർഗ്യൂഡ് ദാറ്റ് ആർട്ട് മൂവ്സ് പീപ്പിൾ ഫർദർ ഫ്രം റിയാലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ക്ലോസർ ടു ഇറ്റ്. അദ്ദേഹം പറയുന്നുണ്ട് കല നമ്മെ സത്യത്തിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ആർട്ട് എന്ന് പറയുന്നത് ആളുകളെ റിയാലിറ്റിയോട് അടുപ്പിക്കുകയല്ല ചെയ്യുന്നത്, പകരം റിയാലിറ്റിയിൽ നിന്ന് കൂടുതൽ അകറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിന് അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ എല്ലാ പോയിന്റ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആർട്ട് എപ്പോഴും സത്യത്തിൽ നിന്ന് ഓരോരുത്തരെയും അകറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോ വാല്യൂ ഫോർ ആർട്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കലയ്ക്ക് യാതൊരു മൂല്യവുമില്ല. കല എന്ന് പറയുന്നത് അത്ര മൂല്യമില്ലാത്ത ഒന്നാണ്. സമൂഹത്തിനോ ഒരു ജനങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് പോസിറ്റീവായിട്ടുള്ള ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആർട്ട് എന്ന് പറയുന്നത് നോ വാല്യൂ ഫോർ ആർട്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കലയ്ക്ക് വലിയ പ്രാധാന്യം ഇല്ല. അതായത് ഈ ഒരു ആർട്ടിന് അദ്ദേഹം വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം പേഴ്സണാലിറ്റി രൂപപ്പെടുത്തുന്നതിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ക്ഷേമത്തിലോ കലയ്ക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം കലകൾക്ക് യാതൊരു തരത്തിലുള്ള മൂല്യവും അദ്ദേഹം കൊടുക്കുന്നില്ല. ദെൻ ലിമിറ്റേഷൻ ഓഫ് ഹിസ് തിയറി. ഇനി ലിമിറ്റേഷൻ ഓഫ് ഹിസ് തിയറി. ഇപ്പോൾ അദ്ദേഹം ഒരു തിയറി കൊണ്ടുവന്നു, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിന് തീർച്ചയായിട്ടും പരിമിതികളുണ്ടാകും. കാരണം എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നെഗറ്റീവായും പോസിറ്റീവായിട്ടും തീർച്ചയായിട്ടും അഭിപ്രായങ്ങളുണ്ടായിരിക്കും. അപ്പോൾ പൊതുവെയുള്ള എല്ലാവരുടെയും അഭിപ്രായം എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ഗീവ്സ് us എ ഡീപ്പർ
ഡയറക്റ്റ് ഇംപ്രഷൻ ഓഫ് റിയാലിറ്റി ദാറ്റ് ഒറിജിനലി പീപ്പിൾ കനോട്ട് സീ. ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും, പല വാല്യൂ ഉള്ള കാര്യങ്ങളും, റിയലായ കാര്യങ്ങളും കലയിലൂടെ മനുഷ്യനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു സ്ഥായിയായ ഒരു വിശ്വാസം നിലനിൽക്കെ ഇദ്ദേഹം പറയുന്ന തിയറിയെ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഉള്ളൊരു അഭിപ്രായം ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ തിയറിയുടെ ലിമിറ്റേഷനായിട്ട് എടുക്കാം. സോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫോട്ടോ കോപ്പി. കാരണം കല എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോപ്പി മാത്രമല്ല, പലപ്പോഴും ഒരു സാധാരണ മനുഷ്യനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും കലയിലൂടെ ഒരു ആർട്ടിസ്റ്റിന് കൊടുക്കാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ തിയറിയെ ചില സമയങ്ങളിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷനായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാവുന്നതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ദി റിപ്പബ്ലിക് എന്ന് പറയുന്ന ബുക്കിൻ്റെ കൺസ്ട്രക്ഷൻ, അതായത് സ്ട്രക്ചർ ഓഫ് ദി ബുക്ക്. ദി റിപ്പബ്ലിക് ഈസ് എ ബുക്ക് വിത്ത് 10 chapters. It is written as a series of long philosophical conversations led by Socrates. അതായത് 10 അധ്യായങ്ങളുള്ള ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന പ്ലേറ്റോയുടെ ഈ പുസ്തകത്തിൽ സോക്രട്ടീസ് നയിക്കുന്ന ഒരുപാട് നീണ്ട ഫിലോസഫിക്കലായിട്ടുള്ള കോൺവെർസേഷൻ്റെ ഒരു സീരീസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് മനസ്സിലാവും സോക്രട്ടീസ് ഡിസ്ക്രൈബിങ് ഹിസ് വിസിറ്റ് ടു പിറീസ് ദി പോർട്ട് ഓഫ് ഏതൻസ്. ഏതൻസിലെ ഒരു പോർട്ടായിട്ടുള്ള പ്ലേസിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വിസിറ്റിനെ കുറിച്ച് വിശദീകരിക്കുന്ന പോലെയാണ് ആദ്യം ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. ദെൻ അവിടെ അദ്ദേഹം കുറേ കഥാപാത്രങ്ങളെ, സ്കോളേഴ്സിനെ, ഫിലോസഫേഴ്സിനെയൊക്കെ കാണുന്നുണ്ട്. അതിൽ ദി മെയിൻ പാർട്ടിസിപ്പൻസ് ആർ സോക്രട്ടീസ്, സെഫാലസ്, പൊളിമാക്കസ്, ത്രസിമാക്കസ്, ഗ്ലോക്കോൺ ആൻഡ് എഡൈമാൻഡസ്. ഇത്രയും ആൾക്കാരാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്, അതായത് സോക്രട്ടീസ് കാണുന്ന ഫിലോസഫേഴ്സ്. അപ്പോൾ അവരുമായിട്ടുള്ള കോൺവെർസേഷൻസൊക്കെയാണ് അതിനകത്ത് കാണുന്നത്. ഇവിടെ സോക്രട്ടീസ് റെപ്രസെൻറ്റ്സ് പ്ലേറ്റോസ് ഓൺ ഐഡിയാസ് ഇൻ ദി ബുക്ക്. അതായത് ഇവിടെ സോക്രട്ടീസ് പ്ലേറ്റോയുടെ ശബ്ദമാണ്. അതായത് പുസ്തകത്തിൽ സോക്രട്ടീസ് പ്ലേറ്റോയുടെ സ്വന്തം ആശയങ്ങളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് സോക്രട്ടീസ് പറയുന്ന കാര്യങ്ങളെല്ലാം പ്ലേറ്റോയുടെ ആശയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ക്യാരക്ടർ സോക്രട്ടീസ് ആണ്. സോ ഇവിടെ പ്ലേറ്റോ എന്താണോ അദ്ദേഹം എഴുത്തിലൂടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം സോക്രട്ടീസ് പറയുന്നത് പോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മെയിൻ പർപ്പസ് ഓഫ് ദി ബുക്ക്. Plato builds a strong argument for the need of an ideal state called the republic. അതായത് ഈ ഒരു വർക്ക് എഴുതാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ആദർശ രാഷ്ട്രത്തിൻ്റെ ആവശ്യകതയ്ക്കായി പ്ലേറ്റോ ഒരുപാട് ആശയങ്ങൾ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഐഡിയൽ സ്റ്റേറ്റ് ഉണ്ട്. അങ്ങനെ ഒരു ഐഡിയൽ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ, ആശയങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതാണ് ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന വർക്കിലൂടെ അദ്ദേഹം കാണിക്കുന്നത്. അങ്ങനെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഈ വർക്ക് എഴുതാനുള്ള മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. സോ ഈ കോൺസെപ്റ്റ് ഓഫ് ഐഡിയൽ സ്റ്റേറ്റ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദി ബുക്ക് എക്സ്പ്ലെയിൻസ് പ്ലേറ്റോസ് ഫിലോസഫിക്കൽ ഐഡിയ ഓഫ് എ പെർഫെക്റ്റ് സ്റ്റേറ്റ്. അതായത് ഒരു പെർഫെക്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞല്ലോ, ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഐഡിയൽ സ്റ്റേറ്റ് കൊണ്ടുവരാൻ അദ്ദേഹം എന്തെല്ലാം ഫിലോസഫിക്കൽ ഐഡിയാസാണ് നമ്മളുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വർക്കിലൂടെ മനസ്സിലാക്കാൻ പറ്റും. കാരണം അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് എനി സൊസൈറ്റി വാണ്ടിങ് ടു ഇംപ്രൂവ് could follow the framework given in the republic. ഇപ്പോൾ ഏതെങ്കിലും ഒരു സൊസൈറ്റി ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഈ വർക്ക്. അവർക്കുള്ളൊരു ഫ്രെയിം വർക്കാണ് ഈ ബുക്ക്. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റി ഇംപ്രൂവ് ചെയ്യാൻ മാത്രമുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിലൂടെ പറയുന്നുണ്ട്. സോ ദ റിപ്പബ്ലിക് ഈസ് എ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ വർക്ക് ദാറ്റ് ഷേപ്പ് പൊളിറ്റിക്കൽ തിയറി ആൻഡ് ദ റോൾ ഓഫ് ഫിലോസഫി ഇൻ സൊസൈറ്റി. അതുകൊണ്ട് തന്നെ ഒരു തികഞ്ഞ രാഷ്ട്രത്തെക്കുറിച്ചുള്ള പ്ലേറ്റോയുടെ ഫിലോസഫിക്കലായിട്ടുള്ള ആശയമാണ് ഈ പുസ്തകം വിശദീകരിക്കുന്നത് എന്ന രീതിയിലും, അതുപോലെ തന്നെ ഏതൊരു സൊസൈറ്റിക്കും അവരുടെ പ്രവർത്തനം കുറച്ച് കൂടുതൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തിനും ഈ ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള കുറേ കാര്യങ്ങളാണ് അദ്ദേഹം ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ തിയറീസും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ട് ഒരുപാട് വിശ്വാസങ്ങളും അതുപോലെ സമൂഹത്തിലെ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അതിനുള്ളൊരു പങ്ക് എന്താണ് സമൂഹത്തിൽ എന്നുള്ളതെല്ലാം വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു വർക്കാണ് പ്ലേറ്റോയുടെ ദി റിപ്പബ്ലിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ക്യാരക്ടേഴ്സ് ഇൻ ദി റിപ്പബ്ലിക്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോക്രട്ടീസ് ദി മെയിൻ സ്പീക്കർ ആൻഡ് ദ പേഴ്സൺ ഹു പ്രസൻറ്റ്സ് പ്ലേറ്റോസ് ഐഡിയാസ്. അതായത് പ്ലേറ്റോ എഴുതിയിരിക്കുന്ന റിപ്പബ്ലിക്കിലെ മെയിൻ ക്യാരക്ടറാണ് സോക്രട്ടീസ് എന്ന് പറയുന്നത്.
അപ്പോൾ സോക്രട്ടീസിലൂടെയാണ് പ്ലേറ്റോ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ കാണിക്കുന്നത്. ദ നെയിം മീൻസ് മാസ്റ്റർ ഓഫ് ലൈഫ്. ഹി ഈസ് പ്ലേറ്റോസ് മൗത്ത് പീസ് യൂസ് ടു മേക്ക് ഹിസ് ടീച്ചിങ്സ് ഇമ്മോർട്ടൽ. അപ്പോൾ പ്ലേറ്റോയുടെ ഒരു മൗത്ത് പീസാണ്. കാരണം പ്ലേറ്റോയുടെ ആശയങ്ങൾ എന്നും ഇമ്മോർട്ടലായിട്ട് നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സോക്രട്ടീസിലൂടെയാണ്. അതിന് വേണ്ടിയിട്ടൊരു ഉപാധിയായിട്ടാണ് സോക്രട്ടീസിനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, ഈ സോക്രട്ടീസിൻ്റെ യാത്രകൾ കണ്ടുമുട്ടുന്ന ഫിലോസഫേഴ്സും തിങ്കേഴ്സിലൂടെയാണ് ഈ പ്ലേറ്റോയുടെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം കണ്ടുമുട്ടുന്ന ആദ്യത്തെ ആളാണ് സെഫാലസ്, an old and rich businessman and friend of Socrates. He starts the discussion with casual friendly talk. He shares his life experiences ബട്ട് നോട്ട് ഡീപ് ഫിലോസഫി. അപ്പോൾ ആദ്യത്തെ സംസാരത്തിൽ അങ്ങനെ ഫിലോസഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല, സാധാരണ സംസാരങ്ങൾ തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വന്നിട്ടുള്ള ചില ആശയങ്ങളാണ് പിന്നീട് കൂടുതൽ ഡിബേറ്റിലേക്ക് മാറിയത്. നെക്സ്റ്റ് പറയുന്നതാണ് പോളിമാർക്കസ്, ദ സൺ ഓഫ് സെഫാലസ്. ഇവിടെ സെഫാലസിൻ്റെ മകനാണ് ലൈസിയാസിൻ്റെ ശിഷ്യനായിട്ടുള്ള പോളിമാർക്കസാണ്. നെക്സ്റ്റ് ഒരാൾ ഒരു വാർലോഡാണ്, യുദ്ധനായകൻ അല്ലെങ്കിൽ ഒരു ജനറൽ, സേനാനായകൻ എന്നൊക്കെയാണ് പേരിൻ്റെ അർത്ഥം. അപ്പോൾ അച്ഛൻ പോയതിന് ശേഷം ആതിഥേയനായി മാറുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ സംസാരത്തിൽ വളരെ ഇംപേഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ട്രെസിമാക്കസ്, എ സോഫിസ്റ്റ് ആൻഡ് ടീച്ചർ ഓഫ് ഫാൾസ് rhetoric. His name means rash fighter. He debates with Socrates and the discussion becomes heated. ഇവിടെ ത്രെസിമാക്കസ് എന്ന് പറയുന്നത് ഒരു സൊഫിസ്റ്റാണ്, തിടുക്കമുള്ള പോരാളി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ മീനിങ്. ഇപ്പോൾ സോക്രട്ടീസുമായിട്ട് ആദ്യം കുറച്ച് ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുകയും അങ്ങനെ ഒരു സംവാദത്തിൽ, ഡിബേറ്റിൽ ഏർപ്പെടുകയും പിന്നീട് അത് വളരെ ഒരു ഹോട്ട് ഡിസ്കഷനായിട്ട് മാറുകയും ചെയ്തിട്ടുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. നെക്സ്റ്റ് വൺ, അഡിമാൻഡസ്, Plato's elder half-brother. He was a young poet. His name means soothsinger or truth speaker. അതായത് അദ്ദേഹം ഒരു കവിയാണ്, എപ്പോഴും ഇങ്ങനെ സത്യം പറയുന്ന ഒരാൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം. ദെൻ നെക്സ്റ്റ് വൺ, ഗ്ലൂക്കൻ, പ്ലേറ്റോസ് യങ്ങർ ഹാഫ് ബ്രദർ. ഹിസ് നെയിം മീൻസ് ഔൾ ഓർ ഗ്ലീമിങ് ഐസ്, തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരാൾ എന്നർത്ഥമുള്ള പ്ലേറ്റോയുടെ യങ്ങർ ഹാഫ് ബ്രദറായിട്ടുള്ള ഗ്ലൂക്കൻ. ഇതൊക്കെ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സാണ്. ഇനി ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന ബുക്കിൻ്റെ ടൈറ്റിൽസാണ്. അതായത് 10 ബുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ ടൈറ്റിൽസ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ ബുക്ക് 1 ഓഫ് വെൽത്ത്, ജസ്റ്റിസ്, മോഡറേഷൻ ആൻഡ് ദെയർ ഓപ്പോസിറ്റ്സ്. സെക്കൻഡിൽ ദ ഇൻഡിവിജ്വൽ, ദ സ്റ്റേറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. തേർഡിൽ ദ ആർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ. ബുക്ക് 4 വെൽത്ത്, പോവർട്ടി ആൻഡ് വെർച്യൂ. ബുക്ക് 5 ഓൺ മാട്രിമോണി ആൻഡ് ഫിലോസഫി. Then 6 the philosophy of government. Book 7 on shadows and realities in education. Book 8 4 forms of government. Book 9 on wrong or right government and the pleasure of age. Then last one, the recompense of life. അപ്പോൾ ഇതിനകത്ത് സെക്കൻഡ് ബുക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ ബുക്ക് 2 പറയുന്നത് ദ ഇൻഡിവിജ്വൽ, ദ സ്റ്റേറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇവിടെ ഈ പുസ്തകം ഒരു വ്യക്തിയിലും രാഷ്ട്രത്തിലും നീതിയെക്കുറിച്ചും വിദ്യാഭ്യാസത്തിൻ്റെ പങ്കിനെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സോക്രട്ടീസ് പറയുന്നുണ്ട്, ഒരു രാഷ്ട്രത്തിലെ നീതി മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ ഒരു വ്യക്തിയിലെ നീതി മനസ്സിലാക്കണം എന്നാണ് ആദ്യം അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം 3 പാർട്സ് ഓഫ് സോളിനെ കുറിച്ച് പറയുന്നുണ്ട്. രാഷണൽ പാർട്ട്, സ്പിരിച്വൽ പാർട്ട്, ആൻഡ് എപ്പിറ്റേറ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് രാഷണൽ പാർട്ട് എന്ന് പറഞ്ഞാൽ യുക്തി, അതായത് ഒരു മനുഷ്യൻ്റെ വിസ്ഡം, ട്രൂത്ത് എല്ലാം ഉൾപ്പെടുന്നതിനകത്താണ്. സെക്കൻഡ്, സ്പിരിച്വൽ പാർട്ടിനകത്ത് ഷോസ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ, മനുഷ്യൻ്റെ ധൈര്യവും ദൃഢനിശ്ചയവും എന്താണ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദെൻ തേർഡ് പാർട്ടിൽ എപ്പിറ്റേറ്റീവ് പാർട്ട് റെപ്രസെൻറ്റ്സ് ഡിസയേഴ്സ് ആൻഡ് ഫിസിക്കൽ നീഡ്സ്, ഒരു മനുഷ്യൻ്റെ ശാരീരിക ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം വരുന്നത് അതിനകത്താണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയിലെ നീതി എന്ന് പറയുന്നത്, അതായത് ഇദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയിൽ ഈ 3 ഭാഗങ്ങളും ശരിയായ രീതിയിൽ യോജിച്ച് വരുമ്പോഴാണ് ആ വ്യക്തി ഒരു നീതിമാനാക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് യുക്തി ഉണ്ടെങ്കിൽ ഈ ധീരതയും ആഗ്രഹങ്ങളെയും ഒക്കെ അവർ എന്ത് ചെയ്യണം, നിയന്ത്രിക്കണം. അപ്പോൾ ഒരാളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴോ അവരുടെ യുക്തി, അവരുടെ പ്രവൃത്തി പരിചയം, അങ്ങനെ ഓരോ കാര്യങ്ങളും അതിനനുസരിച്ച് അവസരത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയണം എന്നുള്ളതാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്.
അപ്പോൾ അതേപോലെ തന്നെ ഒരു വ്യക്തിയിലെ നീതിയെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ നീതിയും. അതായത് അതേ തത്വം തന്നെയാണ് ഇവിടെ രാഷ്ട്രത്തിന് ബാധകമാണ്. ഇങ്ങനെ ഓരോ വിഭാഗവും അവരുടെ കടമ വളരെ ഭംഗിയായി ചെയ്യുമ്പോഴാണ് ആ രാഷ്ട്രം നീതിയുക്തമാകുന്നത്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ഘടകങ്ങൾ, ഒരു മനുഷ്യനിൽ ഉൾപ്പെടുന്ന ഓരോ ഘടകങ്ങളും അതിന് അവസരത്തിനകത്ത് ചെയ്യുമ്പോൾ അയാൾ നീതിമാനായി മാറുന്നു. അതേപോലെ തന്നെ ഒരു രാഷ്ട്രത്തിലെ ഓരോ വിഭാഗവും അവരുടെ കടമകൾ കൃത്യമായി ചെയ്യുന്ന സമയത്ത് ആ രാഷ്ട്രവും നീതിയുക്തമാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇവിടെ 3 ക്ലാസ്സസ് ഇൻ ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് റൂളേഴ്സ്, ഗാർഡിയൻസ് ഓഫ് സോൾജിയേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ്. നേരത്തെ നമ്മൾ 3 പാർട്സ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇവിടെ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് റൂളേഴ്സും അതുപോലെ ഗാർഡിയൻസ് ഓഫ് സോൾജിയേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ്, ഭരണാധികാരികൾ അവർ അറിവുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ സൈനികർ അവർ ധൈര്യമുള്ളവരാവണം. അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് കൃഷി, വ്യാപാരം പോലുള്ള സാമ്പത്തിക ജോലികൾ വളരെ കൃത്യമായി ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഒരേപോലെ ആകുമ്പോൾ ആ രാഷ്ട്രം നീതിയുക്തമാവും. അതേപോലെ തന്നെ മനുഷ്യനിലും അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട യുക്തി, ജ്ഞാനം, അറിവ്, അങ്ങനെ ധൈര്യം, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വരുന്ന സമയത്ത് തന്നെയാണ് ആ ഒരു വ്യക്തി നീതിയുക്തമായി മാറുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, വെൻ ഈച്ച് ക്ലാസ് കൺട്രിബ്യൂട്ട്സ് ടു ദ വെൽബീയിങ്സ് ഓഫ് ദ സ്റ്റേറ്റ് വി ഗെറ്റ് എ ജസ്റ്റ് ആൻഡ് ഹാർമോണിയസ് സൊസൈറ്റി. അതായത് ഓരോ വിഭാഗവും രാഷ്ട്രത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് സംഭാവന നൽകുന്ന സമയത്ത് വളരെ നീതിയുക്തവും യോജിച്ചതുമായിട്ടുള്ള ഒരു സമൂഹം അവിടെ രൂപപ്പെടുന്നു. അതുപോലെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. സോ എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ക്രിയേറ്റ് വെർച്വസ് പീപ്പിൾ ആൻഡ് മെയിൻറ്റെയിൻ എ ഫെയർ സൊസൈറ്റി. അതായത് വളരെ നല്ല ഗുണങ്ങളുള്ള ആളുകളെ സൃഷ്ടിക്കാനും അതുപോലെ നീതിയുക്തമായ ഒരു സമൂഹം നിലനിർത്താനും വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ വളരെ പ്രധാനമായ ഒന്നാണ്. അതുപോലെ ഗാർഡിയൻസ് മസ്റ്റ് ബി പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ് ബിക്കോസ് ദേ പ്രൊട്ടക്റ്റ് ആൻഡ് റൺ ദി സ്റ്റേറ്റ്. അതുപോലെ തന്നെയാണ് ഗാർഡിയൻസ്, അവർക്ക് വിദ്യാഭ്യാസം അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ്. അവർ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നത്, ഇപ്പോൾ സോൾജേഴ്സ് ആണെങ്കിൽ അവർ രാഷ്ട്രത്തെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നതിനാൽ അവരുടെ വിദ്യാഭ്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Then Socrates suggests training in physical exercise, music, poetry and philosophy. അതുപോലെ തന്നെയാണ് ശാരീരിക പരിശീലനം, സംഗീതം, കവിത, ഫിലോസഫി എന്നിവ ഉൾപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇനി ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ്റെ ഗോൾ എന്താണെന്ന് പറയുന്നുണ്ട്. ടു ബിൽഡ് പീപ്പിൾ വിത്ത് ജസ്റ്റിസ്, സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് ട്രൂ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വെർച്യു ആൻഡ് ഗുഡ്നെസ്. അതായത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത് നീതി, സ്വയം അച്ചടക്കം, അതുപോലെ നല്ല ഗുണങ്ങളും നന്മയും ഒക്കെയുള്ള ഒരു യാഥാർത്ഥ്യ രൂപത്തെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള ധാരണയുള്ള ആളുകളെ വളർത്തിയെടുക്കുക. അതായത് എന്ത് കാര്യം എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് ഏത് രീതിയിലാണ് അതിൻ്റെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ വളരെ വ്യക്തമായി യുക്തിയോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം, ഒരു ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ബുക്ക് 2 കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്, ഈ ഒരു സോക്രട്ടീസിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു വ്യക്തിയിലും രാഷ്ട്രത്തിലും നീതിയെ മനസ്സിലാക്കുന്നതിനുള്ളൊരു അടിത്തറ സോക്രട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ക്രമത്തിലുള്ള മനുഷ്യരും, അതായത് ആത്മാവ് എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യർ, അവരും അതിന് യോജിച്ച ഒരു സമൂഹവും വിദ്യാഭ്യാസത്തിൽ മാത്രമേ നമുക്ക് സാധ്യമാകൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പോയട്രിയെ കുറിച്ച് പറയുന്ന സമയത്ത് പോയട്രിക്ക് പ്രത്യേകിച്ച് സമൂഹത്തിലൊന്നും കൊടുക്കാനൊന്നുമില്ല എന്ന് അദ്ദേഹം വീണ്ടും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹം വിദ്യാഭ്യാസം കൊണ്ടും അതുപോലെ നല്ല ഒരു ജനതയെ വാർത്തെടുക്കാൻ കഴിയുന്ന മൂല്യങ്ങൾ നമ്മൾ എന്ത് കൊടുക്കുന്നു അതിലൂടെ മാത്രമാണ് നല്ലൊരു രാഷ്ട്രത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അതിന് വിദ്യാഭ്യാസം അത്യാവശ്യമാണ് അദ്ദേഹം ഇവിടെ സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് എക്സ്പ്ലോറിംഗ് ദി കോൺസെപ്റ്റ് ഓഫ് മിമസിസ് ഇൻ ബുക്ക് 2 ഓഫ് ദ റിപ്പബ്ലിക്. ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന പ്ലേറ്റോയുടെ വർക്കിനകത്തിൽ അദ്ദേഹത്തിൻ്റെ മിമസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. എന്താണ് മിമസിസ് എന്ന് പറയുന്നത്? പ്ലേറ്റോ ഡിസ്കസസ് മിമസിസ് ദ ഇമിറ്റേഷൻ ഓർ റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി ത്രൂ ആർട്ട്. അതായത് കലയിലൂടെ യാഥാർത്ഥ്യത്തെ അനുകരിക്കുകയോ അല്ലെങ്കിൽ ചിത്രീകരിക്കുകയോ ചെയ്യുക എന്നാണ് മിമസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കവിത, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സാഹിത്യകൃതി, അങ്ങനെയുള്ള കല അത് ലോകത്തെ എങ്ങനെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് എന്നും വിദ്യാഭ്യാസത്തെയും ഏതൊരു വ്യക്തിയെയും എങ്ങനെ, അല്ലെങ്കിൽ ആദർശ രാഷ്ട്രീയത്തെയും എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്നും അദ്ദേഹം പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കവിതയും കവികളെയും ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ 2 ടൈപ്സ് ഓഫ് മിമസിസ് അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യം ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ, രണ്ടാമത്തെ പറയുന്നത് ഡിസ്റ്റോർട്ടഡ് റെപ്രസെൻറ്റേഷൻ. അതായത് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്തിനെയാണ് സ്വാധീനിക്കുന്നത് എന്നാണല്ലോ പറയുന്നത്.
അപ്പോൾ ആദ്യം പറയുന്നതിൽ ഫെയ്ത്ത്ഫുൾ മിമസിസ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ നിന്ന്, റിയാലിറ്റിയിൽ നിന്ന് ഒരു യഥാർത്ഥമായ ഒന്നിനെ പകർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് ഫെയ്ത്ത്ഫുൾ മിമസിസ് എന്ന് പറയുന്നത്. അതായത് അതിനകത്ത് ആക്യുറസി ഉണ്ടായിരിക്കും, ട്രൂത്ത് ഉണ്ടായിരിക്കും, അതുപോലെ ഒരു ഹോണസ്റ്റ് റിഫ്ലക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, ഇവൻറ്റ്സ് ആൻഡ് ഇമോഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നാണെന്നുണ്ടെങ്കിൽ അത് അത്ര വലിയ പ്രോബ്ലം ഉള്ളതെന്നല്ല എന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കല, അത് പോയട്രി ആണെങ്കിലും അല്ലെങ്കിൽ സാഹിത്യത്തിലെ ഏത് വർക്ക് ആണെങ്കിലും അത് എങ്ങനെയാണ് ലോകം അത് വായിച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് ലോകം എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അത് സാഹിത്യത്തെയും ഒരു വ്യക്തിയെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹം പറയുന്നുണ്ട് ഈ മിമസിസ് 2 ടൈപ്സ് ഉണ്ട്. ആദ്യം പറയുന്നത് ഫെയ്ത്ത്ഫുൾ ആണ്. അതായത് ഫെയ്ത്ത്ഫുൾ എന്ന് പറയുന്നത് ശരിക്കും റിയാലിറ്റിയാണ് കറക്റ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അവിടെ റിയാലിറ്റി ആയതുകൊണ്ട് തന്നെ വളരെ ആക്യുറേറ്റ് ആയിരിക്കും, ട്രൂത്ത്ഫുള്ളാണ്, ഹോണസ്റ്റ് ആയിരിക്കും, ഹോണസ്റ്റ് റിഫ്ലക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്, ഇവൻറ്റ്സ് ആൻഡ് ഇമോഷൻസ് അങ്ങനെ ആയിരിക്കും. പക്ഷേ നെക്സ്റ്റ് പറയുന്നത് ഡിസ്റ്റോർട്ടഡ് മിമസിസ് ആണ്. അതായത് ഡിസ്റ്റോർട്ടഡ് മിമസിസ് എന്ന് പറയുന്നത് റിയാലിറ്റിയെ തെറ്റായതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ രീതിയിൽ അങ്ങനെ ഒരു ചിത്രം നൽകുന്നതും അങ്ങനെ ഉണ്ടാവാം. അതായത് ഇപ്പോൾ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യും, ഇപ്പോൾ ഡ്രാമയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ഈ നാടകീയതയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിൽ ആവശ്യമില്ലാതെ അതിശയോക്തി കലർത്തുകയോ അല്ലെങ്കിൽ വളച്ചൊടിക്കുകയോ ചെയ്യുക. അപ്പോൾ അത് സമൂഹത്തിന് നന്നാക്കില്ലല്ലോ. ഇപ്പോൾ റിയൽ ആയിട്ടുള്ള ഒരു കാര്യം സാഹിത്യത്തിലൂടെ വർക്കിലൂടെ കാണിക്കുന്നതാണെങ്കിൽ അത് കുഴപ്പമില്ല, ആ മിമസിസ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെയാണ്. അതേസമയം ഒരു അതിശയോക്തി കലർത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ യാഥാർത്ഥ്യത്തിൽ എന്തെങ്കിലും മായം ചേർത്തിട്ട് സമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ അതാണെങ്കിൽ പ്രത്യേകിച്ച് സമൂഹത്തിന് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നുമില്ല. അപ്പോൾ ഫെയ്ത്ത്ഫുൾ മിമസിസിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? ഇറ്റ് സിൻസിയർലി റീക്രിയേറ്റ്സ് റിയാലിറ്റി ആൻഡ് ഹെൽപ്സ് ഇൻ മോറൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. അതായത് ശരിയായ ഒരു ഇമിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സമൂഹത്തിലെ നല്ല ധാർമ്മികമായ കാര്യങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് സഹായിച്ചേക്കാം. അതേസമയം ഡിസ്റ്റോർട്ടഡ് മിമസിസ്, ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വളച്ചൊടിച്ചുകൊണ്ടുള്ള സാഹിത്യകൃതികളോ വർക്കുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും കുറച്ച് ഹാംഫുള്ളാണ്. ഇറ്റ് ക്യാൻ മാനിപ്പുലേറ്റ് ഇമോഷൻസ് ആൻഡ് പെർസെപ്ഷൻസ് ആൻഡ് ലീഡ് പീപ്പിൾ അവേ ഫ്രം ദ ട്രൂത്ത്. അങ്ങനെയുള്ള ഒരു വർക്കോ അല്ലെങ്കിൽ എന്തൊരു കൃതിയോ കലയോ എന്തോ ആയിക്കോട്ടെ, അത് ജനങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അത് സത്യത്തിൽ നിന്ന് അവർ ഒരുപാട് ദൂരത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇറ്റ് സ്പ്രെഡ്സ് ഫാൾസ് ഐഡിയാസ്. അത് തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് തെറ്റായ ഒരു നയമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പ്ലേറ്റോയുടെ ഒരു എത്തിക്കൽ കൺസേൺ എന്ന് പറയുന്നത് ഹി ക്വസ്റ്റ്യൻസ് ദ പേർപ്പസ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ആർട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം എന്താണ് സമൂഹത്തിലേക്ക് ഒരു ആർട്ടിൻ്റെ പ്രാധാന്യം എന്താണ് ഉള്ളത്. ഹി സേസ് മിമസിസ് മസ്റ്റ് ബി ക്രിട്ടിക്കലി ഇവാലുവേറ്റഡ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഏതൊരു കലയും സമൂഹത്തിൽ ധാർമ്മികമായ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്, അല്ലെങ്കിൽ അത് ഹാംഫുള്ളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കലയെ സത്യത്തിൽ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവാലുവേഷന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവരുന്ന ചില മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് കല എന്ന് പറയുന്നത് സത്യവും അതുപോലെ തന്നെ നല്ല ഗുണങ്ങളും നീതി എന്നിവയുമായിട്ട് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. പ്ലേറ്റോ ഷോസ് ദ പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ആർട്ട്. This discussion became the base for Plato's later criticism of poetry and his proposal for censorship and control of art in the ideal state. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിബേറ്റ് പിന്നീട് പ്ലേറ്റോയുടെ കവിതാ വിമർശനത്തിനും അതുപോലെ ഒരു ആദർശ രാഷ്ട്രത്തിൽ കലയുടെ മേൽ ഒരുപാട് നിയന്ത്രണങ്ങളും അതുപോലെ സെൻസർഷിപ്പും ഒക്കെ നിർദ്ദേശിക്കുന്നതിനുമൊക്കെ അടിസ്ഥാനമാക്കുന്നുണ്ട്. അപ്പോൾ പ്ലേറ്റോയുടെ ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന വർക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു 2-3 പോയിൻറ്റ്സ് കൂടി ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പാർട്ട് 2 ദ റിപ്പബ്ലിക്കിൻ്റെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്തതിൻ്റെ ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടി ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അരിസ്റ്റോട്ടലിൻ്റെ ദ പോയറ്റിക്സ് എന്ന് പറയുന്ന വർക്കും ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ ഭാഗമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്ലേറ്റോയുടെ ദ റിപ്പബ്ലിക്കും അരിസ്റ്റോട്ടലിൻ്റെ ദ പോയറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കപ്പോഴും നമുക്ക് പ്ലേറ്റോയെ പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ അരിസ്റ്റോട്ടലിലേക്ക് പോവുക. കാരണം പ്ലേറ്റോ പറയുന്ന പല കാര്യങ്ങളെയും എങ്ങനെയാണ് അരിസ്റ്റോട്ടിൽ അതിനെ എതിർക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം പ്ലേറ്റോ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ കൃത്യമായും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠന രീതി നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതായത് പ്ലെയിനായിട്ട് നമ്മളൊരു സമ്മറി ബേസിലൊന്നും എഴുതാൻ പറ്റില്ല. തിയറി എന്താണ് പറയുന്നത്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ കോൺസെപ്റ്റുകളും ഓരോ പോയിൻറ്റ്സുകളും നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് എഴുതാൻ കഴിയുള്ളൂ.
അപ്പോൾ ആദ്യം പ്ലേറ്റോ പഠിച്ചതിന് ശേഷം നിങ്ങൾ അരിസ്റ്റോട്ടിലിൻ്റെ ദ പോയറ്റിക്സ് വായിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും അവിടെ എങ്ങനെയാണ് അതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ പ്ലേറ്റോയുടെ ദ റിപ്പബ്ലിക്കിൻ്റെ ഒരു 2-3 പോയിൻറ്റ്സ് കൂടിയാണ് ബാക്കിയുള്ളൂ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എനിക്ക് എക്സാമിന് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പോൾ അവരും സബ്സ്ക്രൈബ് ചെയ്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ ഒരുപാട് ബാക്കിയുള്ള ക്രിറ്റിസിസത്തിലാണെങ്കിലും ബാക്കിയുള്ള റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ, അതുപോലെ 1900 to 1945 ലിറ്ററേച്ചറിലെ ക്ലാസ്സുകൾ കൂടി ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ലിറ്ററേച്ചർ ക്ലാസ്സുകളെ പോലെ നമുക്ക് സമ്മറി എന്തെങ്കിലും ഒക്കെ മനസ്സിലാക്കിയിട്ട് എഴുതാൻ പറ്റുന്നൊരു പേപ്പറല്ല ക്രിറ്റിസിസം. ഓരോ കോൺസെപ്റ്റുകളും ഓരോ തിയറീസ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയാലാണ് എക്സാം ടൈമിൽ നമുക്ക് കൂടുതൽ എസ് ഒക്കെ എഴുതുന്ന സമയത്ത് കൂടുതൽ പോയിന്റുകളൊക്കെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്രിറ്റിസിസം പഠിക്കുന്ന സമയത്ത് റിവൈസ് ചെയ്ത് പഠിക്കുക. ഒരു തവണ വായിച്ചു മനസ്സിലായി എന്നുള്ളത് കൊണ്ട് പക്ഷേ പേപ്പറിലേക്ക് അത് അങ്ങനെ അതേപോലെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. എക്സാം ടൈം വരെ ഡെയിലി നമ്മൾ ഒരു 1 ഹവറെങ്കിലും ക്രിറ്റിസിസത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. വീണ്ടും പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമാണ് ക്രിറ്റിസിസം പേപ്പറിൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ടൈമിനകത്ത് കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ആലോചിച്ചിരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. മറ്റുള്ള പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1900 to 1945 ലിറ്ററേച്ചർ ആണെങ്കിലും റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ ആണെങ്കിലും നമുക്ക് സമ്മറി കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ബാക്കിയുള്ള സ്റ്റൈല്, അതേപോലെ ക്രിട്ടിക്കൽ അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനും എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കത് റിവൈസ് ചെയ്യുക എന്നുള്ളതുണ്ട്. നമ്മളെപ്പോഴും ഏതൊരു വർക്ക് പഠിക്കുന്ന സമയത്ത് മനസ്സിലായാലും എക്സാം എഴുതുന്ന സമയത്ത് അതുപോലെ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും അത് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമാണ് ആ ഒരു ഫ്ലോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എക്സാമിൻ്റെ സമയത്ത് എഴുതി തീർക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാ പേപ്പറും വളരെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. എല്ലാ പേപ്പറിനും കൃത്യമായിട്ട് റിവൈസ് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക. ഫസ്റ്റ് സെമിസ്റ്ററിൽ എന്തെല്ലാം അപാകതകൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ അത് സെക്കൻഡ് സെമിസ്റ്ററിൽ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് 2 വർഷം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മാർക്ക് ലിസ്റ്റ് കൈ കിട്ടുന്ന സമയത്ത് ചില പേപ്പേഴ്സൊക്കെ നമുക്ക് നന്നായി ചെയ്യാമായിരുന്നു, നമുക്ക് കുറച്ചും കൂടി സ്കോർ ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നൽ വരും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി പഠിക്കുക. ഓരോ പേപ്പറിനും നമുക്ക് കഴിയുന്നതിൽ കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ചില പേപ്പേഴ്സ് നമുക്ക് കുറച്ച് ടഫാണെങ്കിൽ അത് കുറഞ്ഞാലും അതിനെ ബാലൻസ് ചെയ്ത് പോകും. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. താങ്ക് യു സോ മച്ച്.